ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ബെനിഫിറ്റ്സ് ഓഫ് കോക്കനട്ട് ഓയിലിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. കോക്കനട്ട് ഓയിൽ നമ്മളെ ഫേസിനും ബോഡിക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. എനിക്ക് അറിയാവുന്ന കുറച്ച് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കോക്കനട്ട് ഓയിൽ നമ്മളെ സ്കിന്നിന് വേണ്ടി എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കോക്കനട്ട് ഓയിൽ നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫേസിലും ബോഡിയിലൊക്കെ തന്നെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസർ കൂടിയാണ്. ഈ ഒരു മോയ്സ്ചറൈസർ ലോക്ക് ചെയ്താൽ മാത്രമേ നമ്മളെ സ്കിന്നിന് ഒരു ഹെൽത്തിനെസ് ഫീൽ ചെയ്യത്തുള്ളൂ. അതായത് നമ്മുടെ സ്കിൻ കുറച്ച് ജീവനുള്ളതുപോലെ ഫീൽ ചെയ്യത്തില്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മോയ്സ്ചറൈസർ എന്തായാലും ലോക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളെ സ്കിൻ കാണുമ്പോൾ നല്ല ഭംഗിയുള്ളതുപോലെ തോന്നണമെങ്കിൽ നമ്മളെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ വേണം. അപ്പോൾ ഈ ഒരു ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ എല്ലാം തന്നെ യൂസ് ചെയ്യുന്നത്. ഹൈഡ്രേഷൻ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ വീഴാനായിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ്. ഇനി നിങ്ങളുടെ സ്കിൻ നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 30+ മുകളിലുള്ള ആൾക്കാർ എന്തായാലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അത് കോമ്പിനേഷൻ സ്കിൻ ആവട്ടെ, ഓയിലി സ്കിൻ ആവട്ടെ, ഏത് സ്കിൻ ടൈപ്പുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് ഈ ഒരു കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. ഈ ഓയിലി സ്കിന്നുകാർ ഈ ഒരു കോക്കനട്ട് ഓയിൽ അവരുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം ഓവറായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാകുമോ എന്നുള്ള പേടിയൊക്കെ അവർക്ക് കാണും. കൂടുതലായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് അവരുടെ സ്കിൻ ഓയിലി സ്കിൻ എന്ന് നമ്മൾ പറയുന്നത്. എക്സ്ട്രീം ഓയിലി സ്കിൻ ആവുന്ന സമയത്ത് അവർക്ക് ഡൗട്ട്സ് കാണും. ഈ ഒരു നമ്മുടെ സ്കിന്നിൽ ഈ ഒരു കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് പിമ്പിൾസ് വരുമോ എന്നുള്ളൊരു ഡൗട്ട്സ് അവർക്ക് എന്തായാലും ഉണ്ടാകും. അതിനുവേണ്ടി കോക്കനട്ട് ഓയിലും അലോവേര ജെല്ലും എടുക്കാവുന്നതാണ്. ഈ ഒരു അലോവേര ജെൽ എന്ന് പറയുന്നത് അലോവേര ജെല്ല് ഈ ഒരു ഓയിലി സ്കിന്നുകാർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. കാരണം എന്ന് വെച്ചാൽ അലോവേര ജെല്ല് ഒരു ജെൽ ഫോർമുല ആയതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർക്ക് അടിപൊളിയായിരിക്കും. കോക്കനട്ട് ഓയിലും അലോവേര ജെല്ല് സമ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ സാധാരണ എങ്ങനെയാണോ റേസർ നമ്മുടെ ഫേസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു രീതിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ സ്കിൻ ഡ്രൈ സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ അലോവേര ജെല്ല് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ മാത്രം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മളെ സ്കിൻ നല്ലോണം എന്താ പറയുക നല്ല ജീവനുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഈ കോക്കനട്ട് ഓയിൽ നല്ലൊരു സൂത്തനിങ് ഏജൻ്റായിട്ട് എടുക്കാവുന്നതാണ്. നമ്മളെ കയ്യിലിപ്പം പുഴു ആട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇലയൊക്കെ നമ്മളെ കയ്യിൽ തട്ടുന്ന സമയത്ത് ഇങ്ങനെ പൊങ്ങി വരാറുണ്ട്. അതായത് തിണുത്ത് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് അവിടെ കുറച്ച് കോക്കനട്ട് ഓയിൽ നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ഒരു 5-10 മിനിറ്റ് കഴിയുമ്പം ആ ഒരു പൊങ്ങി അതങ്ങ് താന്ന് പോകും. എന്നിട്ടും വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടും അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അലോവേര ജെല്ല്, ലാക്ടോ കലാമിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ഒരു കോക്കനട്ട് ഓയിൽ നമുക്ക് ഫേസ് വാഷ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഫേസ് വാഷ്, ക്ലെൻസറായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫേസിൽ മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും ഈ ഒരു കോക്കനട്ട് ഓയിൽ അടിപൊളിയാണ്. മേക്കപ്പ് ഞാൻ ഉദ്ദേശിച്ചത് ഓവറായിട്ടൊക്കെ മേക്കപ്പ് ചെയ്യുന്നത് കൊണ്ടല്ല. നമ്മളിപ്പോൾ കണ്ണെഴുതിയാലും അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടാലും അതും ഒരു മേക്കപ്പ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ നാച്ചുറൽ ആയിട്ടുള്ള ക്ലെൻസർ കൂടിയാണ് ഈ ഒരു കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് മാത്രം ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം ആ ഒരു മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ലിപ് ബാമും ലിപ് ക്രീമൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1-2 തുള്ളി നാരങ്ങ നീര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തേനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തേൻ നല്ല ഡാർക്കായിട്ടുള്ള ലിപ്സിനെ ഒന്ന് ലൈറ്റൻ ചെയ്യാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് ലിപ്സിന് നല്ലൊരു മോയ്സ്ചറൈസർ തരുകയും ചെയ്യും. സോ ഒരുപാട് ഡ്രൈനെസ്സിലേക്ക് പോകാതിരിക്കാനും ഈ ഒരു ലിപ് ക്രീം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.
ഈ ഒരു കോക്കനട്ട് ഓയിൽ നമ്മളെ നഖം പെട്ടെന്ന് വളരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളിപ്പം നെയിൽ പോളിഷൊക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ അത് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ക്യൂട്ടിക്കിൾസ് ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തെ ക്യൂട്ടിക്കിൾസ് അതിങ്ങനെ പുറകിലോട്ട് പുഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് കോക്കനട്ട് ഓയിൽ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഈ ക്യൂട്ടിക്കിൾസ് ഉണ്ടല്ലോ അതിങ്ങനെ പുറകിലോട്ട് പുഷ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന അതെടുത്തിട്ട് നമുക്ക് ആ ക്യൂട്ടിക്കിൾസിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 1 വീക്കിനുള്ളിൽ നമുക്ക് നല്ലൊരു ഡിഫറൻസ് നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ കാണാനായിട്ട് പറ്റും. കോക്കനട്ട് ഓയിൽ നമ്മളെ ഹെയറിനെ എങ്ങനെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളെ സ്കാൽപ്പ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ ഈ ഒരു കോക്കനട്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ വളർച്ച പെട്ടെന്നായിരിക്കും ഉണ്ടാകുന്നത്. കോക്കനട്ട് ഓയിൽ നമ്മളെ മുടി വളരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു നെറ്റിയൊക്കെ കയറുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് യൂസ് ചെയ്യാവുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ടിപ്പാണ്. ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഡബിൾ ബോയിലിംഗ് ചെയ്യുക. അതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത്. ആ നീര് ഈ ഡബിൾ ബോയിലിംഗ് ചെയ്ത് വെച്ചേക്കുന്ന എണ്ണയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്കാൽപ്പിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഈ നെറ്റിയുടെ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഹെയർ ഗ്രോത്ത് നമുക്ക് 1 വീക്കിനുള്ളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ ഈ ഫ്രിസി ഹെയർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് അതൊന്ന് ഒതുക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ കുളിച്ച് വരുന്ന സമയത്ത് നമ്മളെ മുടി നല്ല വെറ്റായിട്ടിരിക്കുന്ന സമയത്ത്, അതായത് നല്ല വെറ്റായിട്ടിരിക്കുന്ന സമയം എന്ന് പറയുമ്പം മുടി നന്നായിട്ട് ഉണങ്ങി പക്ഷെ ഉണങ്ങിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ 1-2 തുള്ളി കോക്കനട്ട് ഓയിലും കൂടെ നമ്മളെ കയ്യിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് നന്നായിട്ട് ആ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് നമ്മളെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും ഹെയർ ഒരു പരിധി വരെ നല്ല ഒതുങ്ങിയിരിക്കാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കോക്കനട്ട് ഓയിൽ നമ്മുടെ മുടിയിലെ സ്പ്ലിറ്റ് എൻഡ്സ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുടിയിലെ സ്പ്ലിറ്റ് എൻഡ്സ് കുറയ്ക്കും. അതിനായിട്ട് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ വേണം. എന്നിട്ട് ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ മുടിയുടെ തുമ്പത്ത് മാത്രം നമുക്കിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് ഡ്രൈ ആവുന്ന സമയത്ത് സാധാരണ നോർമൽ വാട്ടറിൽ നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഷാമ്പു ഒന്നും യൂസ് ചെയ്തത്. ഒരു 2 ആഴ്ച ഇത് തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ മുടിയിലെ സ്പ്ലിറ്റ് എൻഡ്സ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കോക്കനട്ട് ഓയിൽ നമ്മളെ മുടിയിലെ ഡാൻഡ്രഫ് കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് ഒരു 2-3 ഇതൾ കറിവേപ്പില ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കണം. അതായത് നമ്മൾ അതിലിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു കറിവേപ്പില വാടി വരുന്ന രീതിയിൽ നന്നായിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്തതിന് ശേഷം അതൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു കറിവേപ്പില നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കാം. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു കറിവേപ്പിലയിലെ സത്തെല്ലാം തന്നെ ആ ഒരു എണ്ണയിലേക്ക് ഇറങ്ങും. എന്നിട്ട് നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ആഴ്ചയിൽ 1-2 തവണയൊക്കെ യൂസ് ചെയ്യുമ്പം ഒരു പരിധി വരെ നമ്മുടെ തലയിലുള്ള ഡാൻഡ്രഫ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു കോക്കനട്ട് ഓയിൽ നമുക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ചുരുണ്ട മുടിയുള്ള ആൾക്കാർക്കായിരിക്കും ഈ ഒരു ടിപ്സ് കൂടുതലായിട്ട് ഉപകാരപ്പെടുന്നത്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ മുടി ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് നല്ല രീതിയിൽ മുടി വലിച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഒരു 2 ആഴ്ച ട്രൈ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ മുടി നന്നായിട്ട് സ്ട്രെയിറ്റ് ആവാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മളെ മുടി ചുരുണ്ടിരിക്കുന്ന മുടി ഒരു പരിധി വരെയെങ്കിലും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാനായിട്ട് ഈ ഒരു ടിപ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നല്ലൊരു മാറ്റവും ഉണ്ടാകും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. കോക്കനട്ട് ഓയിലിനെ കുറിച്ചുള്ള കുറച്ച് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് ബെനിഫിറ്റ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതിൽ കൂടുതൽ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ.